ദൈവത്തിൻ്റെ മാറിൽ ചാരി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ആസ്പദമാക്കി പറയുവാനായിട്ടാണ്. കർത്താവച്ചൻ്റെ സൃഷ്ടികളും പിന്നെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അവരുടെ മക്കളുടെ കാര്യവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. നോഹയുണ്ട്, അതേപോലെ അങ്ങനെ കുറേ ഹാനോക്ക്, അങ്ങനെയുള്ള ഒരുപാട് പേരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു 50 അധ്യായമായി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 27-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അബ്രഹാമിൻ്റെയും സാറായുടെയും മകനാണ് ഇസഹാക്ക്. അവർക്ക് അബ്രഹാമിനും സാറായിക്കും മക്കളില്ലാതെ വന്നപ്പോൾ അവർ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം അബ്രഹാമിന് 100 വയസ്സും സാറായിക്ക് 90 വയസ്സുള്ളപ്പോഴാണ് ദൈവം തമ്പുരാൻ ഒരു മകനെ നൽകിക്കൊടുത്തു, വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ നൽകിക്കൊടുത്തത്. അപ്പോൾ ഇസഹാക്ക് വൃദ്ധനായി. ഇസഹാക്ക് പ്രായം ചെന്നു. അവൻ്റെ കണ്ണ് കാണുവാൻ വഹിയാതെ വണ്ണം മങ്ങി. അപ്പം നമ്മൾക്ക് ഈ കണ്ണ് നമ്മുടെ യൗവനപ്രായത്തിലൊക്കെ നല്ല നല്ല കാഴ്ച കിട്ടും. നമുക്ക് കണ്ണാടി നമുക്കതൊക്കെ കാണത്തക്ക രീതിയിൽ നമുക്കത് ഓരോന്ന് വായിക്കാനും എടുക്കാനും ഒക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങും പ്രായം ചെല്ലും തോറും. അതുപോലെ ഇസഹാക്ക് വൃദ്ധനായി. അവൻ്റെ കണ്ണ് കാണുവാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ചു. അപ്പം ഏശാവും യാക്കോബും അതായത് ഇസഹാക്കിൻ്റെ മക്കളായിരുന്നു ഏശാവും യാക്കോബും. അതിൽ ഏശാവിനെ വിളിച്ചു അവനോട് മകനെ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാൻ ഇതാ എന്നും പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണദിവസം എനിക്ക് അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിൻ്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിച്ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഏശാവിനോട് പറഞ്ഞു, നീ വേട്ട തേടി മൃഗങ്ങളെ കൊണ്ടുവന്ന് നിന്നെ ഞാൻ അനുഗ്രഹിക്കാം എന്നൊക്കെ ഏശാവിനോട് പറഞ്ഞു. ഇസഹാക്ക് തൻ്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. റിബേക്ക ഇസഹാക്കിൻ്റെ ഭാര്യയാണ്. റിബേക്ക കേട്ടു. ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിപ്പോയി. റിബേക്ക തൻ്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിൻ്റെ അപ്പൻ നിൻ്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ചു. ഞാൻ എൻ്റെ മരണത്തിന് മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന രുചികരമായ ഭോജനം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആകയാൽ മകനെ, നീ എൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് എൻ്റെ അപ്പൻ ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കും. നിൻ്റെ അപ്പൻ തിന്ന് നിൻ്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ട നീ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അതിന് യാക്കോബ് തൻ്റെ അമ്മയായ റിബേക്കയോട് എൻ്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനും ആവുന്നു അല്ലോ. അവൻ്റെ ദേഹം മുഴുവൻ രോമമുണ്ട് ഏശാവിൻ്റെ. പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും. ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ അവനോട്, മകനെ, നിൻ്റെ ശാപം എൻ്റെ മേൽ വരട്ടെ, എൻ്റെ വാക്ക് മാത്രം കേൾക്കാം, പോയി കൊണ്ടുപോ എന്ന് പറഞ്ഞു. അവൻ ചെന്ന് പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അമ്മ അവൻ്റെ അപ്പന് ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കി. പിന്നെ റിബേക്ക വീട്ടിൽ തൻ്റെ പക്കലുള്ള മൂത്ത മകൻ ഏശാവിൻ്റെ വിശേഷ വസ്ത്രം എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. അവൾ കോലാട്ടിൻ കുട്ടികളുടെ തോൽ കൊണ്ട് അവൻ്റെ കൈകളിൽ രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു. താൻ ഉണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തൻ്റെ മകനായ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പ എന്ന് പറഞ്ഞത്, ഞാനിതാ, നീ ആര് മകനെ എന്ന് ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിൻ്റെ ആദ്യജാതൻ ഏശാവ്, എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്ന് എൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് യാക്കോബ് പറയുന്നത്. ഇസഹാക്ക് തൻ്റെ മകനെ, നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചത്. നിൻ്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നത് എന്ന് അവൻ പറഞ്ഞു. ഇസഹാക്ക് യാക്കോബിനോട്, മകനെ, അടുത്ത് വരിക,
നീ എൻ്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ അപ്പനായ ഇസ്ഹാക്കിനോട് അടുത്തിരുന്നു. അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം. കൈകൾ ഏശാവിൻ്റെ കൈ എന്ന് പറഞ്ഞു. അവൻ്റെ കൈകൾ സഹോദരനായ ഏശാവിൻ്റെ കൈകൾ പോലുള്ള രോമമുള്ളവായിക്കൊണ്ട് അവൻ തിരിച്ചറിയാതെ മൂത്ത മകനാണെന്ന് ഓർത്തുകൊണ്ട് ഇളയ മകനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചിന്. അതേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കണം, എൻ്റെ മകൻ്റെ വീട്ടിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു. അവൻ അടുക്കൽ കൊണ്ടുവന്നു. അവൻ തിന്നു. അവൻ വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അതും കുടിച്ചു. പിന്നെ അവൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോട്, മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്കുക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് എന്ന് അവനെ ചുംബിച്ചു. അവൻ അവൻ്റെ വസ്ത്രങ്ങളെ വാസനമെടുത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ മകൻ്റെ വാസന. യഹോവ അനുഗ്രഹിച്ചതുപോലെ വയലിലെ വാസന പോലെ ദൈവാകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയും പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം. നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെടട്ടെ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തൻ്റെ അപ്പനായ ഇസ്ഹാക്കിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ അവൻ്റെ സഹോദരനായ ഏശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 27-ാം അധ്യായത്തിൽ ആസ്പദമാക്കി ഉള്ള കാര്യങ്ങൾ. ദൈവനിതാംബര നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഇതിവിടെ വൃദ്ധനായ അപ്പൻ ഇളയ മകനെ, മൂത്ത മകൻ എന്നുള്ള രീതി ഇളയ മകനെയാണ് അനുഗ്രഹിച്ച് ആ അനുഗ്രഹമെല്ലാം മകന് വേണ്ടിയിട്ട് ലഭിക്കത്തക്ക രീതിയിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. യാക്കോബ് ശരിക്കും പറഞ്ഞാൽ ഉപായമാണ് കാണിച്ചത്. പക്ഷേ ഏശാവിനത് മനസ്സിലായില്ല. കണ്ണ് കാഴ്ചയില്ലല്ലോ. നമ്മളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് ആരെയും അറിയത്തില്ലല്ലോ. ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.